ആളുകൾക്ക് ഇപ്പോഴും പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. പൊതുവെ നമ്മൾ മലയാളികൾ സമ്പാദിക്കുന്ന എല്ലാ പൈസയും ചെലവാക്കാറാണ് പതിവ്. എന്നാൽ അതിൽ നിന്ന് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഒരുപാട് പേര് ഇത്ര ശതമാനം സേവ് ചെയ്യണം, ഇത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ശതമാനം മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒന്നാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ വയ്യ എന്നാണ്. ശരിക്കും റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് റിസ്ക്. കാരണം നമ്മൾ ഡെയിലി ചെലവാക്കുന്ന അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു റിസ്ക് അല്ല. കാരണം നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ ഫാസ്റ്റ് ഫുഡിനായിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു നഷ്ടമായിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണോ അപ്പാണോ ഇതൊന്നും നമ്മൾ നോക്കേ വേണ്ട. നമ്മൾ ഈ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അത് ലാഭം ഉണ്ടാവുള്ളൂ. ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുമെന്നുള്ള പേടി കാരണമാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പഠിക്കാത്തത്. ഇതിനെക്കുറിച്ച് പഠിച്ചവരാരും ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നിട്ടോ സേവ് ചെയ്യാതിരുന്നിട്ടോ ഇല്ല. ഒരിക്കലും നമ്മളിതൊരാൾക്ക് കടം കൊടുക്കുന്ന പോലെയല്ല. ഇത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നമ്മളെ പൈസ മാറ്റി വെക്കുന്നൊരു സംഭവമാണ്. ഇത് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടും ETF ആയിട്ടും ഒരുപാട് റിസ്ക് കുറഞ്ഞിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതിൽ നമുക്ക് 100 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് പഠിച്ചെടുക്കാവുന്നേ. ഞാൻ ഈ അടുത്താണ് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ഇത് പഠിച്ചപ്പോൾ തന്നെ ഇതിപ്പോൾ ചെയ്യേണ്ടതല്ല, ഇത് ഒരുപാട് മുമ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.